നമ്മൾ അത്യാവശ്യം ചിലപ്പം പുറത്തേക്കൊക്കെ പോയി വാങ്ങിക്കാൻ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള എന്ത് ചെയ്യും, നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പോൾ മിക്കവാറും എല്ലാവരും പിന്നെ വലിയ വലിയ സാധനങ്ങൾ വരെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സാറ് പറയുന്നുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ വാങ്ങിയെന്ന്. അപ്പം മിക്കവാറും എല്ലാവരും ഇപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാനും ഒരു കുട വാങ്ങിക്കാനായിട്ട് കുറേ നാളുണ്ട്. കാരണം എനിക്ക് നല്ല ഒരു കുടയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകൾക്ക് ഈ കുട കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുട കൊണ്ട് നടന്ന് 2 കമ്പി അങ്ങ് ഒഴിച്ചു. പിന്നെ എനിക്കത് പുറത്ത് ആളുകളുടെ മുന്നിൽ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കുട ഇവിടെ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ എനിക്കത് കുടയൊന്ന് ശരിയാക്കി എടുക്കണമെന്നുണ്ട്. പക്ഷേ അതിന് പറ്റിയില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതുവഴി വന്നപ്പോഴൊന്നും നമ്മളത് ശ്രദ്ധിച്ചില്ല ശരിയാക്കാനുള്ളത്. ഇതൊരെണ്ണം ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് വന്നപ്പം അതങ്ങ് കൊണ്ടുപോയി. അപ്പം ഞാനോർത്ത് നമ്മൾ പുറത്തേക്ക് പോയി വാങ്ങിക്കുന്നില്ലല്ലോ ഇപ്പം, അത് നമുക്ക് ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി. അപ്പോഴും ഞാനിങ്ങനെ ഓർത്ത് ഇത് ഏത് പരുവത്തിലായിരിക്കും. പിന്നെ അവരെല്ലാം നല്ല സേഫായിട്ട് കൊണ്ടുവരുമെന്നുള്ള ഒരു ഇതിൽ ഞാൻ ഓർഡർ ചെയ്തു. അങ്ങനെ കാത്തിരിക്കുകയാണ്. കുറേ ദിവസം താമസം ഉണ്ടായിരുന്നു, ഒരു 5-6 ദിവസത്തിൻ്റെ ഉള്ളിലാണ് വന്നത്. അങ്ങനെ നോക്കിയിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം മഴ പെയ്തപ്പോൾ ഞാൻ ആ കുട ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിടിച്ചിട്ടാണ് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് വന്നത്. അങ്ങനെ കുട ഇങ്ങനെ കിട്ടിയത് എങ്ങനത്തെ കുടയായിരിക്കും, എങ്ങനെയാണ് എന്നുള്ളതുള്ള ഒരു പഴയ മോഡൽ കുട ഉണ്ടല്ലോ, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്നത്, അത്ര തന്നെയാണ്. അത് ഓഫ് ചെയ്യുന്നതും അല്ല ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും അങ്ങനത്തെ ടൈപ്പാണ്. ഒരു ബട്ടണിൽ 2 ആരോ കൊടുത്തിരിക്കണം, അങ്ങനെയാണിത്. അപ്പം ഞാനങ്ങനെ കാത്തിരുന്ന് ഇന്നത്തെ ദിവസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. വന്നു പൈസയൊക്കെ കൊടുത്തു. അങ്ങനെ ഞാൻ സാധനം വാങ്ങിച്ച് അപ്പോൾ ആ കൊണ്ടുവന്ന അപ്പോൾ ആ ബോക്സ് തന്നെ നന്നായിട്ട് നല്ലപോലെ വല്ലാണ്ടിരിക്കുകയായിരുന്നു. നല്ലപോലെ എവിടേക്കോ ഇടിച്ച് പ്രസ്സായി ഇങ്ങനെ ചളുങ്ങി ഒരു നാശകൂശാലമായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഓർത്തി ഇതിങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള കുടയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അത് എടുത്ത് കുട നിവർത്തി. പ്രസ് ബട്ടണാണ്. നിവർത്തി കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ മടങ്ങുന്നില്ല. പിന്നെ ഒന്നുകൂടെ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ മടങ്ങി. പക്ഷെ പിന്നീട് അത് താഴോട്ട് വെച്ച് നന്നായിട്ട് അത് പ്രസ് ചെയ്ത് മൊത്തത്തിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല ഈ നിവർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ തയ്യൽ ഇങ്ങനെ വന്നിട്ടൊരു ചുരുങ്ങിയൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ എന്തോ ചെറിയ അകത്ത് തുറന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോഴേ എൻ്റെ പകുതി ജീവൻ പോയെന്ന് പറയുന്ന പോലെ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു ഡാമേജ് എനിക്ക് ഫീൽ ചെയ്തു. എന്തൊക്കെയോ ഒരു ചെറിയ നൂല് പോലെ, ചെറുതല്ല ഇത്തിരി വണ്ണമുള്ള ടൈപ്പിലുള്ള നൂലൊക്കെ വെളിയിലോട്ടൊക്കെ വന്നിരിക്കുന്നു. അതിനകത്തുനിന്നുള്ള കുടയ്ക്കകത്തുനിന്നുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ച അത്ര ഒരു ഇത് കിട്ടിയില്ല ആ കുട കണ്ടിട്ട്. എനിക്ക് കളറും അത്ര എന്തോ ഞാൻ ഉദ്ദേശിച്ച ഒന്ന് എനിക്ക് കിട്ടിയത് മറ്റൊന്നായിരുന്നു. നമ്മളതിൽ ഫോട്ടോയൊക്കെ കണ്ട് എല്ലാ രീതിയിലൊക്കെ നോക്കിയതാണ്. പക്ഷെ ആ ഫോട്ടോയിൽ കാണുന്ന കുടയും നമ്മൾ കയ്യിൽ നേരിട്ട് കിട്ടിയതും തമ്മിൽ എന്തോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ ഉള്ളതും കൂടെ ആയതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഇവിടെ തന്ന അവർ വിളിക്കുന്ന ഒരു നമ്പർ ഉണ്ടായിരുന്നു, നമ്മങ്ങോട്ടാ ആ നമ്പറിലോട്ട് വിളിച്ച്. അപ്പം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് തിരിച്ച് അയക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെയുള്ള സംഭവം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം പറഞ്ഞാൽ അത് നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് അതിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ശരി റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനുണ്ട്. അങ്ങനെ റിട്ടേൺ ചെയ്യാനുള്ള ഇത് നമ്മൾ റിക്വസ്റ്റൊക്കെ കൊടുത്തു. അവർ റിക്വസ്റ്റ് സ്വീകരിച്ച് എനിക്ക് മെസ്സേജ് അയച്ചു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് അവർ വന്ന് കുട തിരിച്ച് വാങ്ങിച്ചു. ഈ കൊണ്ടുവന്ന ആൾ തന്നെ കേട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയി. അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് പൈസയും കിട്ടി. പക്ഷേ ഒരു 7 രൂപ കുറച്ചേ കിട്ടൂ, 7-8 രൂപ കുറഞ്ഞേ എനിക്ക് കിട്ടത്തുള്ളൂ. 8 അത് 10 10 രൂപയാന്ന് തോന്നുന്നു. 10 രൂപ അതിൽ കുറവ് വന്നു. ഞാൻ ഓർത്തോ 10 രൂപയെങ്കിൽ 10 രൂപ കുറഞ്ഞ് പോട്ടെ എന്ന് വിചാരിച്ച്, ഒരബദ്ധം നല്ല രീതിയിൽ. അങ്ങനെ
ഞാൻ അപ്പം വേറെ അടുത്തുള്ളൊരു കൊച്ചൊന്നും പുറത്തേക്ക് ജോലിക്ക് പോകുന്നത്. അപ്പം ഞാൻ അതിനോട് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുത്ത് അത് കുടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം പിന്നെ ഈ പൈസ എന്ന് പറയുന്നത് അക്കൗണ്ടിലേക്ക് വരുന്ന 2 ഓപ്ഷനാണ്. ഒന്ന് നമ്മുടെ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ബുക്ക് ചെയ്ത ഇതിൻ്റെ ഒരു അക്കൗണ്ടുണ്ട്, അതിലേക്കാണ് വരുന്നത്. അപ്പം എൻ്റെ അക്കൗണ്ടിൽ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക് മാറ്റിയായിരുന്നു, സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് എനിക്കിനി ഒരു സംശയം, ഇനി അങ്ങനെ വല്ല പ്രശ്നം കൊണ്ട് എൻ്റെ പൈസ വന്നു. അപ്പോൾ ഞാൻ ഈ അക്കൗണ്ടിലോട്ട് പോട്ടെ. അപ്പോൾ ആ കൊണ്ടുവരുന്ന ചേച്ചിയും പറഞ്ഞു, നമ്മുടെ ഈ ബുക്ക് ചെയ്ത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ആമസോണിൽ തന്നെ ഒരു നമുക്കായിട്ടുള്ള ഒരു പേജുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ അക്കൗണ്ട്, അതിലേക്കാണ് പൈസ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പൈസയൊക്കെ വന്നു. 399 രൂപ ആണ് എനിക്ക് കിട്ടാനുള്ളത്. അത് കിട്ടി. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, നമുക്ക് പറ്റിയ എന്തെങ്കിലും ഓഫർ വന്നു. അപ്പോൾ കുഞ്ഞിന് ഡയപ്പർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി നമ്മൾ ഇത്രയും തുകയ്ക്ക് തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മൾ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇട്ടിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അടുത്ത കുഞ്ഞിൻ്റെ ഡയപ്പർ ബുക്ക് ചെയ്യാം, 500 രൂപ, ആ ഒരു 500 രൂപയ്ക്ക് മുകളിൽ പോകും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഇടാം എന്ന് വിചാരിച്ച് ഞാൻ നോക്കി. അപ്പോൾ ഓഫറൊക്കെ നോക്കി ചെന്നിട്ട് ഞാൻ അബദ്ധത്തിൽ ഈ പ്രൈം നോക്കി. ആമസോൺ പ്രൈമുണ്ട്, പ്രൈമുകാർക്ക് കുറേ ഓഫറും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കണ്ടിന്യൂ കൊടുത്തപ്പോൾ ഞാൻ കണ്ടിന്യൂ അങ്ങ് കൊടുക്കുകയും ചെയ്ത് എൻ്റെ പേരിൽ ആമസോൺ പ്രൈം അക്കൗണ്ട് ആവുകയും ചെയ്തു, എൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ആ അക്കൗണ്ടിൽ, ആമസോണിലുണ്ടായിരുന്ന എൻ്റെ അക്കൗണ്ടിൽ 0 ബാലൻസ് കാണിക്കുന്നു. അപ്പോൾ ആ 399 രൂപ അവരെടുത്തുകൊണ്ട് പോയി എനിക്ക് പ്രൈം മെമ്പർഷിപ്പ് പകരം തന്നു. ഒരു നിമിഷം, അത് രാത്രിയിലാണ്, ഒരു 11 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ്, കുഞ്ഞുറങ്ങുന്നില്ല, അവളെയും കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്തത്. അയ്യോ, എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ എൻ്റെ കാശ് പോയി. അന്ന് പിറ്റേ ദിവസം ഞാനത് ലൈവിലൊക്കെ സംസാരിച്ച്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാമെന്ന് വിചാരിച്ചത് എന്താണെന്നറിയാമോ, ഇതുപോലെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മുടെ പൈസ എന്നെ സംബന്ധിച്ച് ഒരു 10 രൂപ എന്നൊക്കെ പറയുന്നത് തന്നെ ഞാൻ വലിയ രീതിയിൽ കാണുന്നതാണ്. അതുപോലെ കാണുന്ന ഒരുപാട് ആളുകൾ കാണും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ, ഇങ്ങനെ ഒരു അബദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട, അതിനെന്തെങ്കിലും ഒരു മാർഗം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നവന്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യെ മൂക്കുട്ട ഇതേ വരയ്ക്ക്. അങ്ങനെ ഞാൻ പിന്നെ എന്തോ ചെയ്യും. അപ്പോൾ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ അത് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാൻ മെറ്റയോട് ചോദിച്ചു. അപ്പോൾ മെറ്റ നമ്പരൊക്കെ പറഞ്ഞതെന്ന് ഞാൻ മെറ്റ തന്ന നമ്പറിലോട്ട് വിളിച്ചപ്പം എടുത്തു. മലയാളത്തിൽ ഓപ്ഷനുണ്ട്. മലയാളത്തിൽ ആദ്യം വിളിച്ചപ്പോൾ ഒരു പുരുഷനാണ് എടുത്തത്. അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തപ്പോൾ അതെന്താ വെരിഫൈ ചെയ്ത നമ്പരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് വാങ്ങിച്ച എൻ്റെ അതിലിരിക്കേ ഇങ്ങോട്ടോ അങ്ങനെ സോറി കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് മോള് വരുന്നതാണ്. അങ്ങനെ ഒരാളായിരുന്നു. അപ്പം പുള്ളി നേരത്തെ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഇപ്പോൾ എടുക്കണമെങ്കിൽ പാടാണല്ലോ. അത് നോക്കി വന്നപ്പോഴത്തേക്കും ഫോൺ അങ്ങ് കട്ടായിപ്പോയി. അയാൾ പിന്നെ തിരിച്ച് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തു. പിന്നെ അത് നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് ഞാൻ പിന്നെ വിളിച്ചു. അപ്പം വേറൊരു പെണ്ണാണ് എടുത്തത്, മാനസ ശ്യാം. അങ്ങനെ വിളിച്ചു. അപ്പം അവർ ഈ വേറെ ഈ കറക്റ്റ് മലയാളം പോലല്ലേ, ഇച്ചിരി വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ അവരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു, അതെനിക്ക് വേണ്ട, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ. അപ്പം പറഞ്ഞു ക്യാൻസൽ. അപ്പോഴും അവരും വീണ്ടും ഈ നമ്പരും കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം എന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഓപ്ഷനുണ്ട്, പക്ഷേ അത് അവരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഒന്നിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി വേണം, ഇത് രണ്ടിലേതെങ്കിലും അങ്ങനെ തന്നെ. അപ്പം ആ 2 ലാംഗ്വേജിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ മേഡത്തിന് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ ഓക്കെ. അപ്പോൾ എനിക്ക് ചോദിച്ചു ഏതാ വേണ്ടത്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഇപ്പം കണക്ട് ചെയ്യാം, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്താ പറയേണ്ടത്. നമുക്ക് 2 ആവശ്യമാണ്. ഈ പ്രൈം മെമ്പർഷിപ്പ് മാറ്റണം,
നമ്മുടെ പൈസ തിരിച്ച് കിട്ടണം. ഇത് രണ്ടുമുള്ള ഇംഗ്ലീഷ് ഞാൻ എടുത്തു വെച്ചു. അവർ കോള് കണക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, എനിക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് പൈസ തരണം എന്ന് എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ ഞാൻ പറഞ്ഞു. കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ചോദിച്ചു ഓക്കെ, ഇപ്പം തന്നെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു 3 ദിവസത്തേക്കുള്ളിൽ പൈസ റീഫണ്ട് ആകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞ് വെച്ചു. അദ്ദേഹം എനിക്ക് ഞാൻ ചെയ്ത ഒരു പെട്ടെന്ന് എനിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഓർത്തു ഇവിടെ ഈ 1 വർഷത്തെ ഓഫറാണ് ഈ 399. അപ്പം എനിക്ക് ആവശ്യം കുഞ്ഞൊരു ഡയപ്പർ ബുക്ക് ചെയ്യും. ഞാനപ്പോൾ ഓർത്തു ഏതായാലും ആ പൈസ പോയി, ഇനിയിപ്പം ഡയപ്പറിലപ്പം ഒരു 40 രൂപയ്ക്ക് മുകളിലോളം കുറവ് വരും പ്രൈമിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ. ഞാൻ ഓർത്തായെങ്കിൽ പോട്ടെ, 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ, അപ്പോൾ അത് അതിനകത്ത് പെടുത്താം എന്നൊക്കെ കരുതി ഞാൻ ഡയപ്പർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഇവർക്കിത് റീഫണ്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തിരക്കാതെ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കണ്ട. കാരണം റീഫണ്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ വെറുതെ പൈസ കളയണ്ടല്ലോ. നമ്മൾ ഇനി എന്തെങ്കിലും വാങ്ങിക്കുമോ വാങ്ങിക്കത്തില്ലെന്ന് നമുക്ക് ഉറപ്പില്ല. ഇതിപ്പോൾ 1-2 സാധനം അത്യാവശ്യമുള്ളത് വാങ്ങിയെന്നേ ഉള്ളൂ, ഇനി എന്താ വാങ്ങിക്കാനാണ് പ്രത്യേകിച്ച് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അത് അത്രയും നേരം ഞാനത് ഉപയോഗിച്ചില്ല. നമ്മൾ 1 പ്രാവശ്യമെങ്കിലും പ്രൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മെമ്പർഷിപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഒരിത് ശ്രദ്ധ എൻ്റെ മനസ്സിനെ പെട്ടെന്ന് ഞാനതിങ്ങനെ പിടിച്ച് നിർത്തിയതുകൊണ്ട് ഏതായാലും അങ്ങനെ ചെയ്തില്ല. അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഏതായാലും പൈസ പോയി, ഇനി അങ്ങ് ബുക്ക് ചെയ്തേക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പിന്നെ ഞാനോർത്ത് വേണ്ട, തിരിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ അറിയാം, അതൊന്നും നമ്മൾ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതായാലും എനിക്ക് പൈസ തിരിച്ച് കിട്ടി. വലിയൊരു സമാധാനം. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. രാത്രി തന്നെ ആ 12 മണിയായി ഇതെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ. ആ സമയത്ത് ഭയങ്കര സന്തോഷം. കാരണം അത്രയും ഒരു തുക എൻ്റെ നിന്ന് പോയി, പക്ഷേ വീണ്ടും അത് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ച് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പം നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ആ നിമിഷം ഒരുപാട് ടെൻഷനിലേക്ക് പോകാതെ അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ, ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാനിങ്ങനെ എവിടെയോ ഒരു മഹത്വചനം പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് കുറ്റം ചെയ്താൽ അതിന് ശിക്ഷയല്ല വേണ്ടത്, അതിനൊരു പരിഹാരമാണ്. കുറ്റങ്ങൾക്ക് ഒരു പരിഹാരമാണ് വേണ്ടത്. ശിക്ഷിച്ചതുകൊണ്ട് എന്താകും കിട്ടുക? പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. അയാൾക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു കുറ്റത്തിന് ഒരു പോംവഴി അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലുത് എന്നുള്ളത്. അതെന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വചനമാണ്. അപ്പം ഞാനത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഒരു തെറ്റൊക്കെ പറ്റാത്തവരാരും ഇല്ല. അപ്പോൾ എനിക്ക് പറ്റിയൊരു വലിയൊരു അബദ്ധമായിരുന്നു ആ ഒരു ഇത്. അപ്പം ഞാൻ പിന്നെ അതിന് ശ്രമിക്കൂ. കുറച്ച് നേരം നമുക്ക് പെട്ടെന്നൊരു ഇതായിപ്പോവും, അത്രയും പൈസ പോയല്ലോ. പിന്നെ നമ്മൾ ആലോചിക്കുക. ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത് എൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അതുപോലൊക്കെ നിങ്ങളുമൊക്കെ പെട്ടെന്ന് ടെൻഷനിലേക്ക് പോയി വിഷമിച്ച് ഇതാവേണ്ട കാര്യമില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തായാലും കാണും. അപ്പം നമ്മൾ ആ സൊല്യൂഷനെക്കുറിച്ച് ആദ്യമേ ഒന്ന് ചിന്തിച്ചതിന് ശേഷം അത് ടെൻഷനിലേക്ക് പോവുക എന്നുള്ളത്. ഓക്കെ.